dear children. Today's topic, types of crystalline solids. Based on the nature of constituent particles and binding forces between them, crystalline solids are classified into four types. First one, ionic solids. Second one, molecular solids. Third one, covalent solids. And fourth one, metallic solids. ആ പേരിൽ തന്നെ ഉണ്ട് ഓരോന്നിന്റെയും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റിയും അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്താണെന്നോ അവിടുത്തെ ഫോഴ്സ് എന്ത്, നേച്ചർ എന്ത്, ഇതിനെ പറ്റി എല്ലാം നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, അയോണിക് സോളിഡ്സ്. ആ പേരിൽ തന്നെ വരുന്നുണ്ട് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അയോണിക് സോളിഡ്. അയോൺസ് ആയിരിക്കുമല്ലോ. പോസിറ്റീവും നെഗറ്റീവും അയോൺസ് ആയിരിക്കും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് വരുവാണ് എങ്കിൽ അവിടുത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആയിരിക്കും? പോസിറ്റീവും നെഗറ്റീവ് അയോൺസ് വരുവാണെങ്കിൽ അത് തമ്മിൽ അവിടെ ഒരു അട്രാക്ഷൻ വരുമല്ലോ. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്, ദാറ്റ് ഈസ് നോൺ ആസ് അയോണിക് ബോണ്ട്. അപ്പോൾ ഒരു അയോണിക് സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അയോണിക് ബോണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അപ്പോൾ ഒരു അയോണിക് സോളിഡിനകത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും. അവിടുത്തെ ടൈപ്സ് ഓഫ് ബോണ്ടിങ് എന്ന് പറയുന്നത് അയോണിക് ബോണ്ടിങ് ആയിരിക്കും. ഇനി ഇതിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ്, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? അയോണിക് സോളിഡ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റിന്റെയും കോമ്പൗണ്ട്സ് എപ്പോഴും ഏത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആയിരിക്കും? അയോണിക് കോമ്പൗണ്ട്സ്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക ചെയ്യുന്നത്. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുവാണെങ്കിൽ അത് പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. അന്നേരം അവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അയോണിക് കോമ്പൗണ്ട്സ്. എക്സാമിന് കുറെ കോമ്പൗണ്ട്സ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ അയോണിക് സോളിഡ്സ് കണ്ടുപിടിക്കാന് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഇതിന്റെയൊക്കെ കോമ്പൗണ്ട് ആണ് തരുന്നതെങ്കിൽ അവിടുത്തെ ബോണ്ടിങ്, അതായത് ടൈപ്പ് ഓഫ് സോളിഡ്സ് എന്നുള്ളത് അയോണിക് ആയിരിക്കും. പിന്നെ സിങ്ക് സൾഫൈഡും അയോണിക് സോളിഡിനകത്ത് വരുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് സോളിഡ്സ്. ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഓഫ് അയോണിക് സോളിഡ്സ് ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ദെൻ ബോണ്ടിങ്, ടൈപ്സ് ഓഫ് ബോണ്ടിങ്, അയോണിക് ബോണ്ട്. ദെൻ നേച്ചർ ചോദിക്കുകയാണെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് ആർ ഹാർഡ്. അതിനുള്ള റീസൺ അയോണിക് കോമ്പൗണ്ട്സ് എല്ലാം ഹാർഡ് ആണ്. ബിക്കോസ് ദ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അയോണിക് കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് പോസിറ്റീവും നെഗറ്റീവ് അയോൺസും. അട്രാക്ഷൻ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും. ദെൻ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അയോണിക് കോമ്പൗണ്ട്സിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലാണ്. Reason, ionic compounds contain the electrostatic force of attraction between positive and negative ions. So large amount of energy is required to break this interelectronic interaction. Ionic compounds എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ററാക്ഷൻ, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ സോളിഡിന് ലിക്വിഡ് ഫോമിലോട്ട് മാറാൻ പറ്റും. ഇന്ററാക്ഷൻ സ്ട്രോങ് ആകുമ്പം കൂടുതൽ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അവിടുത്തെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആകാനുള്ള കാരണം. അപ്പൊ അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. റീസൺ, strong electrostatic force of attraction between positive and negative ions, or large amount of energy is required to break this interionic interaction. Then ionic compound do not conduct electricity in solid state, but in liquid state, or liquid state means in aqueous or molten form, it conduct electricity.
അപ്പൊ ഒരു അയോണിക് സോളിഡ് അതിന്റെ സോളിഡ് ഫോമിൽ ഒരിക്കലും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് എടുത്തിട്ട് അതിന്റെ സോളിഡ് ഫോമിലോട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുവാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യത്തില്ല. ബിക്കോസ് ദർ ഈസ് നോ ഫ്രീ അയോൺസ്. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ അയോൺസ് വേണം. സോളിഡ് ഫോമിൽ അവിടെ ഫ്രീ അയോൺസ് ഇല്ല. അതുകൊണ്ടാണ് അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തത്. ബട്ട് ഇൻ ദ മോൾട്ടൺ ഫോം or aqueous form which produces free ions, so it conduct electricity. പക്ഷെ നമ്മൾ അതിനെ ഉരുക്കി മോൾട്ടൺ ഫോം ആക്കുക അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഫ്രീ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്രീ അയോൺസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, അയോണിക് കോമ്പൗണ്ട് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് ഫോം ബിക്കോസ് there is no free ions. But in molten form or aqueous form which conduct electricity due to the presence of free ions. Example നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ് എക്സെട്ര. അപ്പൊ ഇത്രയാണ് അയോണിക് സോളിഡ്സിനെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ അയോണിക് സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. അവിടുത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് അയോണിക് ബോണ്ട് ആണ്. നേച്ചർ ചോദിക്കുവാണെങ്കിൽ ഹാർഡ് ആണ്. നെക്സ്റ്റ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. Do not conduct electricity in solid state but conduct electricity in molten or aqueous form. Example, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഇതിന്റെയൊക്കെ കോമ്പൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയോണിക് ആയിരിക്കും. ദെൻ സിങ്ക് സൾഫൈഡ് അയോണിക് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ തന്നെയാണ്. മോളിക്കുലാർ സോളിഡ്സ്. അപ്പൊ ഫസ്റ്റ് വൺ അയോണിക് പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ടൈപ്പ് ആണ് മോളിക്കുലാർ സോളിഡ്സ്. ആ പേരിൽ തന്നെ ഉണ്ട്. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോളിക്യൂൾസ്. അപ്പൊ മോളിക്കുലാർ സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? മോളിക്യൂൾസ്. ഇനി ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് മോളിക്യൂൾസ്, മോളിക്കുലാർ സോളിഡ്സ് ആർ അഗൈൻ ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്. ഇനി മോളിക്യൂൾസിന്റെ നേച്ചർ അനുസരിച്ച് ഇതിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, polar molecular solids and hydrogen bonded molecular solids. Molecular solids are divided into 3 types. First one non-polar, second polar and third one hydrogen bonded. First one non-polar. ഇതിന് എക്സാമ്പിൾസ് ആണ് അയോഡിൻ, ഹൈഡ്രജൻ, സോളിഡ് കാർബൺ ഡയോക്സൈഡ്, ദെൻ ആർഗൺ. ആർഗൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ്. ആ കേസിൽ അവിടുത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മോണോറ്റോമിക് ആയതുകൊണ്ട് ആർഗൺ ആറ്റം ആയിരിക്കും. ഇനി ഒരു നോൺ പോളാർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ്. അപ്പൊ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ് ആയിരിക്കും. എക്സാമ്പിൾസ് ഓർത്ത് വെച്ചാണ് സോളിഡ് കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, അയോഡിൻ, ഹൈഡ്രജൻ. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. സെക്കൻഡ് വൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് HCl. ഒരു ആ പേരിലുണ്ട് പോളാർ മോളിക്യൂൾസിനകത്ത് വരുന്നതാണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഉൾപ്പെടുന്നത് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ഇനി എന്തുവാണ് ഈ പോളാർ മോളിക്യൂൾ എന്നാ പറയാം. ഇപ്പൊ HCl എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഇവിടെ ഒരു കോവലന്റ് ബോണ്ട് ഫോർമേഷൻ ഉണ്ട്. ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. 17th ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പൊ ഈ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള 2 ഇലക്ട്രോണിനെ മൊത്തമായിട്ട് അങ്ങ് എടുക്കുന്നില്ല. പക്ഷെ ഇത് ഏതിനടുത്തോട്ടായിരിക്കും നീങ്ങി നിൽക്കുന്നത്? ഹൈഡ്രജൻ അടുത്തോട്ടായിരിക്കും ഇത് നീങ്ങി നിൽക്കുന്നത്. അപ്പൊ മൊത്തമായിട്ട് അങ്ങ് ക്ലോറിൻ കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഇലക്ട്രോൺസ് ഹൈഡ്രജനിലേക്ക് നീങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇതിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ഹൈഡ്രജനിൽ നിന്ന് അകന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഇതിനെയാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം വരുമ്പം ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺസ് ആ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിന് അടുത്തോട്ട് നീങ്ങി നിൽക്കും. അപ്പൊ അതിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കിട്ടും. മറ്റേ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജുമാണ്. ഇങ്ങനൊരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും.
ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ധാരാളം ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾസ് ഉണ്ട്. HCl, ഇങ്ങനെ HCl മോളിക്യൂൾസ് കുറെ ഉണ്ട്. ഇവിടെ എല്ലാം എന്തുണ്ട്? പൊളാരിറ്റി ഉണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജും ഉള്ള ക്ലോറിനും തൊട്ടടുത്ത മോളിക്യൂളിലെ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും തമ്മിൽ ഇവിടെ എന്ത് വരും? ഒരു അട്രാക്ഷൻ വരുമല്ലോ. അതേപോലെ അടുത്തത് എടുത്താല് ഈ ക്ലോറിന് നെഗറ്റീവ് ചാർജുള്ള ഈ ക്ലോറിൻ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും തമ്മിൽ വീണ്ടും അട്രാക്ഷൻ വരും. ഈ ഇന്ററാക്ഷൻ ത്രൂ ഔട്ട് ആ കോമ്പൗണ്ടിനകത്ത് കാണും. ഇങ്ങനെയുള്ള ഇന്ററാക്ഷനെ പറയുന്ന പേരാണ് ഡൈപോൾ ഇന്ററാക്ഷൻ. പൊളാരിറ്റി ഫോം ചെയ്യുകയും ആ മോളിക്യൂൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരികയും ചെയ്യുന്നതിനെയാണ് ഡൈപോൾ ഇന്ററാക്ഷൻ. അപ്പൊ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ ഇന്ററാക്ഷൻ. പോളാർ മോളിക്യൂൾസിനകത്താണ് ഈ ഡൈപോൾ ഇന്ററാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് HCl. അതുപോലെ സൾഫർ ഡയോക്സൈഡും ഇതിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഹൈഡ്രജൻ ബോണ്ടഡ്. ആ പേരിനകത്തുണ്ട് ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിനകത്ത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ വരുവാണെങ്കിൽ ഈ ആറ്റവും തൊട്ടടുത്ത മോളിക്യൂളിലെ ഹൈഡ്രജനും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ദിസ് ഇന്ററാക്ഷൻ ഈസ് നോൺ ആസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് interaction between hydrogen and highly electronegative atoms such as fluorine, oxygen and nitrogen is known as hydrogen bonding. Example water. വാട്ടറിന്റെ സോളിഡ് ഫോം ആണ് ഐസ്. അപ്പൊ ഐസ് എടുക്കുവാണെങ്കിൽ ധാരാളം ഹൈഡ്രജൻ മോളിക്യൂൾസ് വരുന്നുണ്ട്. ഈ ഓക്സിജനും ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മിൽ അവിടെ ഒരു ഇന്ററാക്ഷൻ വരും. ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി സെക്കൻഡ് മോളിക്യൂളിലെ ഓക്സിജനും നെക്സ്റ്റ് മോളിക്യൂളിലെ ഹൈഡ്രജനും തമ്മിൽ ഇന്ററാക്ഷൻ വരും. ഇനി തേർഡ് മോളിക്യൂളിലെ ഓക്സിജനും നെക്സ്റ്റ് തൊട്ടടുത്ത മോളിക്യൂളിലെ ഹൈഡ്രജനും വഴി ഇന്ററാക്ഷൻ വരും. ഇങ്ങനെ ത്രൂ ഔട്ട് ഈ കോമ്പൗണ്ടിനകത്ത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള മോളിക്കുലാർ സോളിഡ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടഡ്. മോളിക്കുലാർ സോളിഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്: നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. നോൺ പോളാർ എടുത്തു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ്, വീക്ക് ഫോഴ്സസ് സച്ച് ആസ് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പെർഷൻ ഫോഴ്സസ്. പോളാർ ഡൈപോൾ ഇന്ററാക്ഷൻ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്, ഹൈഡ്രജൻ ബോണ്ടിങ്. തേർഡ് വൺ, ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് തേർഡ് വൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്, കോവാലന്റ് സോളിഡ്സ്. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ആറ്റം വേണം. ആറ്റം തമ്മിലാണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ആറ്റംസ്. അപ്പം കോവാലന്റ് സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. ഇനി ആ പേരിൽ തന്നെ വരുന്നുണ്ട്, അവിടുത്തെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും. കോവാലന്റ് സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ്. ടൈപ്സ് ഓഫ് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ്. ഇനി കോവാലന്റ് സോളിഡ്സിന്റെ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹാർഡ് ആയിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിരിക്കും. ഇത് ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എക്സാമ്പിൾ ആണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം നൈട്രൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇത് പൊതുവെ ഹാർഡാണ്. പക്ഷെ ഗ്രാഫൈറ്റ് എക്സെപ്ഷണൽ കേസാണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇതെല്ലാം ഇൻസുലേറ്റർ ആണെന്ന് പറഞ്ഞു. ബട്ട് ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിനുള്ള കാരണം അറിയാം. അതിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കോവാലന്റ് സോളിഡ്സിന്റെ ഏത് സോളിഡ് ആണ്
ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് ആയിരിക്കും, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇത്രയാണ് കോവാലന്റ് സോളിഡ്സിന്റെ നേച്ചറും അവിടുത്തെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ്, ടൈപ്സ് ഓഫ് ബോണ്ടിങ്. നെക്സ്റ്റ്, മെറ്റാലിക് സോളിഡ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. കാരണം അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മളൊരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം ആറ്റംസ് ഉണ്ട്. ഈ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ, ഔട്ടർ ഇലക്ട്രോൺ, ദാറ്റ് ഈസ് വാലൻസ് ഇലക്ട്രോൺ, ഇതിൽ നിന്ന് അങ്ങ് മാറും. എന്നിട്ട് ആ ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നും മാറുന്ന ഇലക്ട്രോൺസ് ആണ് ഇതിനകത്ത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആറ്റം എന്ന് പറയുന്നത് അയോൺസ് ആയിട്ട് മാറും. ഇതിന് ചുറ്റിനുമാണെങ്കിൽ സി ഓഫ് ഇലക്ട്രോൺസ്, ഓരോ ആറ്റത്തിന്റെ ഔട്ടർ ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് അങ്ങ് മാറും. എന്നിട്ട് ഇത് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് നിൽക്കും. ഈ ഇലക്ട്രോൺസും ഈ പോസിറ്റീവ് അയോൺസും തമ്മിൽ അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് അട്രാക്ഷൻ ഈസ് നോൺ ആസ് മെറ്റാലിക് ബോണ്ടിങ്. അപ്പൊ ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാല് അവിടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആണ്. മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോൺസും ദി സി ഓഫ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് മെറ്റാലിക് ബോണ്ടിങ്, അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് അയോൺസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസും ഫ്രീ ഇലക്ട്രോൺസും ആയിരിക്കും. മെറ്റാലിക് സോളിഡ്സിനകത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ഇൻ സി ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ്. മെറ്റൽസ് പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ്. പിന്നെ മെറ്റൽസ് ആർ ഹാർഡ്. നമുക്കറിയാം മെറ്റൽസ് ആർ ജനറലി ഹാർഡ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. പിന്നെ മെറ്റൽസ് ആകുമ്പോൾ ഇത് മാലിബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. മാലിബിൾ, ബീറ്റഡ് ഇൻറ്റു തിൻ ഷീറ്റ്, ഡക്റ്റിലിറ്റി, ഡ്രോൺ ഇൻറ്റു തിൻ വയേഴ്സ്. ഇതെല്ലാമാണ് മെറ്റാലിക് സോളിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ്, ഏതൊരു മെറ്റൽ യോജിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം, അയൺ, അങ്ങനെ എന്ത് മെറ്റൽസ് യോജിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഇതിനകത്തായിരിക്കും ഉൾപ്പെടുന്നത് മെറ്റാലിക് സോളിഡ്സ്.